ലോകം മുഴുവൻ പശ്ചിമേഷ്യയിലെ യുദ്ധകാഹളം കേട്ട് ഭയന്നു നിൽക്കുമ്പോൾ അമേരിക്കയും ഇസ്രായേലും കരുതിയത് ഉപരോധങ്ങൾ കൊണ്ട് ഇറാന്റെ നട്ടെല്ല് ഒടിക്കാം എന്നായിരുന്നു. എന്നാൽ ആ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ലോകശക്തികളെ പോലും വിറപ്പിക്കുന്ന രീതിയിൽ ഇറാൻ കരുത്താർജിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും പാശ്ചാത്യ രാജ്യങ്ങൾക്കും വമ്പൻ തിരിച്ചടിയായി മാറുകയാണ് ഇറാന്റെ പുതിയ സാമ്പത്തിക സൈനിക മുന്നേറ്റങ്ങൾ. ഇതിന് പിന്നിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കൃത്യമായ ചാണക്യതന്ത്രങ്ങൾ ഉണ്ട് എന്നതാണ് വൈറ്റ് ഹൌസിന് ഇപ്പോൾ ഉറക്കം കെടുത്തുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴും ഇറാന്റെ ഖജനാവിലേക്ക് ഒഴുകുന്നത് കോടിക്കണക്കിന് ഡോളറിന്റെ എണ്ണപ്പണമാണ്. ഉപരോധങ്ങൾക്കിടയിലും ഇറാന്റെ എണ്ണക്കപ്പലുകൾ കടലും കടന്നു. അയൽ രാജ്യങ്ങളായ സൗദി അറേബ്യയുടെയും യുഎയുടെയും ഇറാഖിന്റെയും എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ ആക്രമണങ്ങളിൽ തകരുകയും ഉൽപാദനം തടസ്സപ്പെടുകയും ചെയ്തപ്പോൾ ഇറാന്റെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം സുരക്ഷിതമായി തുടരുന്നു എന്നത് ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ്. ഫെബ്രുവരിയിൽ പ്രതിദിനം 11.5 കോടി ഡോളറായിരുന്നു ഇറാന്റെ എണ്ണ വരുമാനം. മാർച്ചിൽ അത് 19.9 കോടി ഡോളറായി വർദ്ധിച്ചിരിക്കുകയാണ് ഉണ്ടായത്. അതായത് ലോകം യുദ്ധഭീതിയിൽ എണ്ണവില വർദ്ധിപ്പിച്ചപ്പോൾ അതിന്റെ പരമാവധി ഗുണം ലഭിക്കുന്നത് ഇറാനാണ്. 16 ലക്ഷം ബാരൽ എണ്ണയാണ് ഇറാൻ ഇപ്പോൾ പ്രതിദിനം കയറ്റുമതി ചെയ്യുന്നത്. ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിൽ എത്തിയതോടെ ഇറാന്റെ സാമ്പത്തിക അടിത്തറ മുമ്പത്തേക്കാൾ ശക്തമായി മാറി. ഇവിടെയാണ് ട്രംപ് ഭരണകൂടം പതറുന്നത്. ആഗോള വിപണിയിൽ എണ്ണവില നിയന്ത്രിക്കാൻ വേണ്ടി ഇറാന്റെ എണ്ണക്കപ്പലുകൾക്ക് മേലുള്ള ഉപരോധത്തിൽ അമേരിക്കയ്ക്ക് ഇളവ് വരുത്തേണ്ടി വന്നു എന്നത് വാഷിംഗ്ടണിന്റെ വലിയ പരാജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ തടസ്സമില്ലാതെ എണ്ണ നീക്കം നടത്താൻ കഴിയുന്ന ഏക ശക്തിയായി ഇറാൻ മാറിയതോടെ വാണിജ്യ കപ്പലുകളിൽ നിന്ന് ട്രാൻസിസ്റ്റ് ഫീസായി വലിയ തുക ഈടാക്കാനും അവർക്ക് കഴിയുന്നുണ്ട്. ഇത് ഇറാന്റെ സൈനിക വിഭവങ്ങൾക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും വൻ കരുത്താണ് നൽകുന്നത്. എന്നാൽ ഈ സാമ്പത്തിക മുന്നേറ്റത്തെക്കാൾ അമേരിക്കയെ ഭയപ്പെടുത്തുന്നത് റഷ്യയും ഇറാനും തമ്മിലുള്ള രഹസ്യമായ സൈനിക സഖ്യമാണ്. ഫിനാൻഷ്യൽ ടൈംസ് പുറത്തുവിട്ട ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യൻ കരുത്ത് ഇപ്പോൾ ഇറാനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മാനുഷിക സഹായം എന്ന പേരിൽ റഷ്യ ഇറാനിലേക്ക് അയക്കുന്ന കപ്പലുകളിൽ അത്യാധുനിക ഡ്രോണുകളും സൈനിക സാങ്കേതിക വിദ്യയുമാണ് എന്ന് പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നുണ്ട്. അസർബൈജാൻ വഴി 11 ടൺ മരുന്നുകൾ അയച്ചു എന്ന് റഷ്യ അവകാശപ്പെടുമ്പോഴും അതിന്റെ മറവിൽ നടക്കുന്നത് വലിയ ആയുധ കൈമാറ്റമാണ് എന്ന് ലോകം സംശയിക്കുന്നുണ്ട്. നേരത്തെ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കാൻ ഇറാൻ നൽകിയിരുന്ന ഷാഹിദ് ഡ്രോണുകൾ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ കഥ മാറുകയാണ്. റഷ്യ ആ ഡ്രോണുകളെ കൂടുതൽ മെച്ചപ്പെടുത്തി. ഗറാൻ 2 എന്ന പേരിൽ അതിശക്തമായ സാങ്കേതിക വിദ്യയോടെ ഇറാനിലേക്ക് തിരികെ എത്തിക്കുന്നു. ആന്റി ജാമിംഗ് സംവിധാനങ്ങളും കൃത്യമായ നാവിഗേഷൻ ശേഷിയുമുള്ള ഈ പുതിയ ഡ്രോണുകൾ ഇറാന്റെ ആയുധപ്പുരയെ ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരിയായ ഒന്നാക്കി മാറ്റുകയുമാണ്. ഇതിനു പുറമെ 500 വെർബ ലോഞ്ചറുകളും 2500 മിസൈലുകളും ഉൾപ്പെടുന്ന വിപുലമായ വ്യോമ പ്രതിരോധ പാക്കേജാണ് റഷ്യ ഇറാനായി ഒരുക്കിയിരിക്കുന്നത്. S-400 പോലുള്ള കരുത്തുറ്റ സംവിധാനങ്ങൾ കൂടി ഇറാനിലെത്തിയാൽ മേഖലയിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആധിപത്യം പൂർണ്ണമായും അവസാനിക്കും. റഷ്യയുടെ ലക്ഷ്യം വ്യക്തമാണ്. ഇറാൻ ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ സ്ഥിരത ഉറപ്പാക്കുക. സൈനികവും സാമ്പത്തികവുമായ പിന്തുണ നൽകിക്കൊണ്ട് ഇറാനെ ഒരു വൻ ശക്തിയാക്കി മാറ്റുന്നതിലൂടെ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ സ്വാധീനം പാടെ ഇല്ലാതാക്കാൻ പുടിൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉപഗ്രഹ ചിത്രങ്ങളും ഇന്റലിജൻസ് വിവരങ്ങളും റഷ്യ ഇറാനുമായി പങ്കുവെക്കുന്നത് ഇസ്രായേലിനും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ചുരുക്കത്തിൽ ഉപരോധങ്ങൾ കൊണ്ട് ഇറാനെ പൂട്ടാമെന്ന് കരുതിയ ട്രംപിന് മുന്നിൽ കൂടുതൽ കരുത്തുള്ള ഇറാന്റെയും റഷ്യയുടെയും സഖ്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഈ പുതിയ ശക്തി സമവാക്യം വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയുടെ മാത്രമല്ല ലോകരാഷ്ട്രീയത്തിന്റെ തന്നെ ഗതി മാറ്റുമെന്ന് ഉറപ്പാണ്.